അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇലാഹ് എന്ന യാഥാർത്ഥ്യത്തിലേക്ക് ദേഹം കൊണ്ടും ദേഹി കൊണ്ടും അനന്തമായി സഞ്ചരിക്കുന്നവരാണ് സൂഫിയാക്കൾ. പരമമായ പ്രേമം നാഥ നീയാണ്. നീയല്ലാതെ മറ്റൊന്നിലേക്ക് ഞാനെങ്ങനെ പാറിയെടുക്കാനാണ് എന്നുള്ളൊരു ചിന്തയാണ് സാധാരണയിൽ നിന്നും അസാധാരണമായ ഇഷ്കിൻ്റെ രുചിയിലേക്ക് ഒരടിമയെ എത്തിക്കുന്നത്. സൂഫിയാക്കളുടെ സഞ്ചാരങ്ങളും ചിന്തകളുമെല്ലാം ഹൂ എന്ന പരമപ്രകാശത്തിലേക്കാണ്. പ്രഗത്ഭ സൂഫിഗാന രചയിതാവ് മൻസൂർ പുത്തനത്താണിയുടെ വരികളിലൂടെ നമുക്കൊന്ന് സഞ്ചരിച്ചു നോക്കാം. നിന്നെ അറിഞ്ഞാൽ സുഖം, നിന്നിലലിഞ്ഞാൽ സുഖം, നിന്നെ അറിഞ്ഞാൽ സുഖം, നിന്നെ അറിഞ്ഞാൽ സുഖം, നിന്നെ അറിഞ്ഞാൽ സുഖം, നിന്നിലലിഞ്ഞാൽ സുഖം, നിന്റെ നാമം സുഖം, നിന്റെ നാമം സുഖം, നിന്റെ നാമം സുഖം, നിന്റെ നാമം സുഖം. ഒന്നിലും തന്നെ അറിയാത്ത എന്തോ സുഖം, ഒന്നിലും തന്നെ അറിയാത്ത എന്തോ സുഖം. നിന്നെ അറിഞ്ഞാൽ സുഖമാണ്, നിന്നിലറിഞ്ഞാലും സുഖമാണ് റബ്ബേ. എല്ലാറ്റും നീ എന്ന് പറയുന്നതിൻ്റെ പരമസുഖം അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് പകരം വെക്കാൻ എന്റെ റബ്ബേ, എന്റെ മഅരിഫത്തിന്റെ ലോകത്ത് എന്റെ സൂഫിയാക്കൾ നിന്റെ മഅരിഫത്തിന്റെ ലോകത്ത് നിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. മടിയിൽ ഇരുന്നിട്ട് കാണും സൗദം, ശൈത്വാൻ തലമീതെ മുണ്ടിട്ട് പായും ചന്തം. മടിയിൽ ഇരുന്നിട്ട് കാണും സൗദം, ശൈത്വാൻ തലമീതെ മുണ്ടിട്ട് പായും ചന്തം. ശൈവാനാകിയും ഈ മടിയിൽ കുഞ്ഞിൻ ഗന്ധം, ശൈവാൻ കൗസർക്ക് ചുണ്ടെത്തിക്കുന്ന ബന്ധം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, 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 ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് ഭാഗ്യം സുഖനേദ്യം, നിന്നെ കണ്ടോരെ കാണാൻ കഴിഞ്ഞാൽ മദ്യം, നിന്നെ കണ്ടോരെ കാണാൻ കഴിഞ്ഞാൽ മദ്യം. അല്ലാഹുവിന്റെ വാദ്യം. നീ മുറബിയായ ശൈഖിനെ നിനക്ക് ലഭിച്ചു കഴിഞ്ഞാൽ, അവരുടെ അടുത്തിരുന്നാൽ നീ ഒരു സ്വന്തം കാണും, ഒരു മനോഹരമായ കൂട്ടാരം. ആ കൂട്ടാരം നിനക്കുള്ളതാണ്. ശൈത്വാൻ തലമീതം ഒരു മുറബിയായ ശൈഖിനെ നീ എടുത്തൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ ശൈത്വാൻ കുഞ്ഞിൻ ഗന്ധം. നീ എത്ര പ്രായം കൂടിയവനാണെങ്കിലും തല നരച്ചവനാണെങ്കിലും ശരി, ഒരു മുറബിയായ ശൈഖിന്റെ അടുത്ത് നിനക്കൊരു കുട്ടിയുടെ സ്ഥാനം മാത്രം. അവർ നിന്നെ സദാസമയം സംരക്ഷിച്ചുകൊണ്ടേയിരിക്കും. കാരണം നീ അല്ലാഹുവിനെ സ്നേഹിക്കുന്നവനാണ്. അല്ലാഹുവിനെ സ്നേഹിക്കുന്നവരെ തിരിച്ച് സ്നേഹിക്കുക തന്നെ ചെയ്യും. നിന്നെ അറിഞ്ഞാൽ സുഖം, നിന്നെ അറിഞ്ഞാൽ സുഖം, നിന്നിലറിഞ്ഞാൽ